തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കാൻ തന്നെ തീരുമാനിച്ച് കെ മുരളീധരൻ വരികയാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിൻ്റെ നില പരിതാപകരമാണ്. അത് മാറ്റിയെടുക്കാൻ കൃത്യമായ നീക്കം നടത്തിയേ മതിയാവുകയുള്ളൂ. പ്രത്യേകിച്ചും ഇത്തവണ മേയർ സ്ഥാനം റിസർവേഷൻ ഇല്ല, വനിതാ റിസർവേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായും ഏത് കൂട്ടർക്ക് വേണമെങ്കിലും പുരുഷനോ സ്ത്രീക്കോ ആകാവുന്ന സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സംവരണം ഒഴിവാക്കിക്കൊണ്ടുള്ള മത്സരമൊക്കെ നടക്കുമ്പോൾ അവിടെ പൊട്ടിപ്പാറുന്ന പോരാട്ടം നടക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ CPIM-ന്റെ കയ്യിലാണ്, ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. എന്നാൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നിൽക്കുന്ന BJP ആണ്. 8 സീറ്റുമായി കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസിൻ്റെ നില മെച്ചമാക്കാനും ഒരു അട്ടിമറിയിലൂടെ കോൺഗ്രസ് മികച്ച സീറ്റ് വിജയം നേടിയെടുക്കാനുമാണ് കെ മുരളീധരൻ്റെ തീരുമാനം. മാത്രമല്ല, വരാനിരിക്കുന്ന വട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പിൽ, അതായത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കൃത്യമായി സ്ട്രാറ്റജി മെനയാനും കെ മുരളീധരൻ തയ്യാറാവുകയാണ്. നമുക്കറിയാം, VK പ്രശാന്താണ് കഴിഞ്ഞ തവണ വട്ടിയൂർക്കാവിൽ വിജയിച്ചത്. കെ മുരളീധരൻ്റെ അഭാവത്തിൽ VK പ്രശാന്തിൻ്റെ ഭൂരിപക്ഷം കൂടുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത്. 14,000 വോട്ടുകൾക്കാണ് മോഹൻകുമാറിനെ കെ മുരളീധരൻ വടകരയിൽ ജയിച്ചുപോയ ഒഴിവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2019 വിജയിച്ചത്. അതിനുശേഷം 2021 തെരഞ്ഞെടുപ്പിൽ 21,000 വോട്ടുകൾക്ക് BJP-യുടെ VV രാജേഷിനെയും കോൺഗ്രസിൻ്റെ വീണായസ് നായരെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വീണ്ടും നിയമസഭയിലേക്ക് VK പ്രശാന്ത് എത്തിയത്. ഇക്കുറിയും പ്രശാന്തിന് വിജയ തുടർച്ചയുണ്ടാകും എന്ന് പറയുമെങ്കിലും കെ മുരളീധരനുമായാണ് മത്സരമെങ്കിൽ ആ മത്സരം കടുക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കൃത്യമായും കോൺഗ്രസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് കോൺഗ്രസ് ശക്തമായി തിരിച്ചു വരേണ്ടതിൻ്റെ അനിവാര്യതയാണ്. മുൻ DCC പ്രസിഡന്റായ പാലോട് രവിയെ സസ്പെൻഡ് ചെയ്ത് അദ്ദേഹം പാർട്ടി വിരുദ്ധ നിലപാടുകൾ പറഞ്ഞതിന് കൃത്യമായി മാറ്റി നിർത്തുകയും പകരം ശക്തനെ ആ സ്ഥാനം താൽക്കാലികമായി ചുമതലപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPIM-നെ സംബന്ധിച്ചിടത്തോളം അധികാരം നിലനിർത്തേണ്ടത് ഏറ്റവും അനിവാര്യമായി നിൽക്കുന്ന ഘട്ടമാണ്. ഭരണ തുടർച്ച ഉണ്ടാകും എന്ന് വീണ്ടും വീണ്ടും ഇടതുപക്ഷം കൊട്ടിഘോഷിക്കുന്നുവെങ്കിൽ പോലും അവർക്കും ആശങ്ക വലിയ തോതിൽ ഉണ്ട് താനും. BJP ആകട്ടെ വർഗീയ കളികളുമായി നടന്ന് ഇടതുപക്ഷത്തിൻ്റെ കൂടി അഡ്ജസ്റ്റ്മെൻറ്റിൽ പല സീറ്റുകളും നേടിയെടുത്തുകൊണ്ട് മിഷൻ 51 അവരുടെ ലക്ഷ്യം എന്നുള്ളത് വളരെ വ്യക്തമാണ്.